Hi all, welcome to ADA 24/7. എൻ്റെ പേര് ജിജി. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഒ പ്രൊമോഷൻ സാധ്യതകളാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് ഒയുടെ പ്രിലിംസ് നടക്കാൻ പോകുന്നത് 10th ലെവൽ പ്രിലിംസിൻ്റെ കൂടെയാണ്. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് നടക്കുന്ന ഒക്ടോബറിലാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങളിങ്ങനെ ഒരു ഭാഗത്തുനിന്നുകൂടി നടന്നുകൊണ്ട് വരുമായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് ഒ എക്സാം എങ്ങനെയാണ് അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ, കാരണം നമുക്ക് ഏതുവരെ പോകാൻ പറ്റുമെന്നൊക്കെ അറിയുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സന്തോഷം കിട്ടുമല്ലോ. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ആദ്യം പറയുന്നത്, ഈ സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടുന്നത് എവിടെയൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടും. അടുത്തത് കേരള PSC ഓഫീസിൽ അപ്പോയിൻമെന്റ് കിട്ടും. അത് കഴിഞ്ഞ് കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിൽ അപ്പോയിൻമെന്റ് കിട്ടാം. അത് കഴിഞ്ഞ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ, ഇതിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലായിരിക്കും, ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക. ഓക്കെ, ഇനി നിങ്ങൾ പ്രൊമോഷൻ സാധ്യതകൾ നോക്കാം. നിങ്ങൾക്ക് SSLC മാത്രമാണ് ഉള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് SSLCക്കാർക്കും അതുപോലെ തന്നെ ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ, അപ്പോൾ ഉറപ്പായിട്ട് അറിയാലോ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഡിഗ്രിക്കാർക്കും ഉള്ള ഒരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ ഈ SSLC മാത്രമാണ്, നമുക്ക് ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷൻ മാത്രമാണ്. നമുക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് പ്രൊമോഷൻ? സെക്രട്ടേറിയറ്റ് ഒ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകാൻ പറ്റുന്നത് ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 1 അതുപോലെ തന്നെ ക്ലറിക്കൽ അസിസ്റ്റന്റും ആയിട്ട് ആവാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ പോസ്റ്റ് എന്തായിരുന്നു, നിങ്ങൾക്കൊരു 10th മാത്രമാണ് ഉണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പൊ ഒരു 10th ക്വാളിഫിക്കേഷൻ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് 1 ആവാം, അല്ലെങ്കിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ട്, ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ബൈ ട്രാൻസ്ഫർ ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. ബൈ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് 4ൽ 1 എണ്ണം എന്തായിരുന്നു, ബൈ ട്രാൻസ്ഫർ ആയിട്ടാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ആയിട്ട് പ്രൊമോഷൻ കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു ജോലിയായിരിക്കും, നല്ല സാലറി പാക്കേജും നല്ലൊരു ജോലിയായിട്ട്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലുള്ള കാര്യമാട്ടോ പറയുന്നത്. ഡിഗ്രി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റില്ല. സോ നിങ്ങൾ ഡിഗ്രി ഇല്ലാത്തവരാണെങ്കിൽ അതിൽ കയറിയിട്ട് ഡിഗ്രി എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ട്രാൻസ്ഫർ 1/4 ആണ് വരുന്നത്. അത് 1/4 ട്രാൻസ്ഫർ വഴിയുള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത്. ബാക്കിയുള്ളതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അസിസ്റ്റന്റ് ആവാൻ പറ്റും. എവിടത്തെയാണ്? നമ്മുടെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ്, PSC ഓഫീസിൽ, അതുപോലെ തന്നെ ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നമുക്ക് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് പ്രൊമോഷൻ സാധ്യതകൾ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഒക്ടോബറിലാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് ഒന്ന് പഠിക്കണം തോന്നുവാണെങ്കിൽ, ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുമ്പോൾ നോർമൽ 10th ലെവൽ പ്രിലിംസിന്റെ ആ ഒരു എക്സാമിന് എന്താണോ ക്വാളിഫിക്കേഷൻ വേണ്ടത് അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് ക്വാളിഫിക്കേഷൻ അല്ല, സിലബസും അത് തന്നെയാണ് വരുന്നത്. അപ്പൊ ആ സിലബസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളൊരു LD-ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു, നിങ്ങൾക്ക് സുഖമായിട്ട് ഇതും LD-ക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ ഇത് നിങ്ങൾക്ക് എഴുതി പോകാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കേരള മെഗാ പാക്കിൽ പർച്ചേസ് ചെയ്യാം. മെഗാ പാക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയറിലേക്ക് നിങ്ങൾ ഏത് എക്സാമിന് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തോളൂ. കേരള PSCയോ SSCയോ RRBയോ ബാങ്കിങ്ങോ അതുപോലെ തന്നെ ഏത് എക്സാമിനാണെങ്കിലും ADA 24/7 ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ക്ലാസ്സുകൾ മാത്രമല്ല, റെക്കോർഡ് സെഷനും ടെസ്റ്റ് സീരീസും സ്റ്റഡി മെറ്റീരിയൽസും മെന്റർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് Y681 എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക. ഈ Y681 എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡാണ്. ഓൾറെഡി അവിടെ ഒരു കോഡ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്തിട്ട് വേണം Y681 എന്ന കോഡ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. ADA 24/7 എന്ന് ടൈപ്പ് ചെയ്യാം നമ്മൾ ആദ്യം. എന്നിട്ട് ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇനിയിപ്പോൾ ആപ്പിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിലും ഇതേപോലെ തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇതേപോലെ ആണ് പ്രൊസീജിയേഴ്സ് ഉള്ളത്. ഇനി താഴേക്ക് പോകുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് കാണും. അതിൽ സ്റ്റേറ്റ് എക്സാംസ് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കേരള ഉണ്ട്, കേരളയിലും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കേരള PSC ഉണ്ട്, കേരള PSCയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
കേരള PSC ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തായിരുന്നു, ഇവിടെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് മാത്രം വേണമെങ്കിൽ ഇതാ കറണ്ട് അഫയേഴ്സിൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മെഗാ പാക്ക് പർച്ചേസ് ചെയ്ത് വെച്ചാൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. മെഗാ പാക്ക് 6 മാസത്തെ ഉണ്ട്, 12 മാസത്തെ ഉണ്ട്. അതായത് 6 മാസം എന്ന് പറയുമ്പോൾ 6 മാസം എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യാം. മാക്സിമം ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 12 മാസമായിരിക്കും. ഒരു വർഷത്തിനുള്ളിൽ എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബൈ നൗ കൊടുക്കുക. എന്നിട്ട് ഓൾറെഡി മുകളിലൊരു കോഡ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്ത് താഴെ Y681 എന്ന കോഡ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4564 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താ ഒരു വർഷത്തേക്ക് എല്ലാ എക്സാമിന് വേണ്ടിയും പഠിക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.